ഒരു നടി ഒരു സീനിയർ നടനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. വെറും കേസല്ല, ലൈംഗിക അതിക്രമ കേസ്. ഒടുവിൽ തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് കേസ് കെട്ടിപ്പൂട്ടിയപ്പോൾ വാദി പ്രതിയായി. നടിക്കെതിരെ ആരോപണ വിധേയനായ നടൻ മറുകേസ് കൊടുക്കുകയും നടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. മീനു മുനീറും ബാലചന്ദ്ര മേനോനും അങ്ങനെയാണ് നമുക്കിടയിൽ ഒരു വിഷയമായി വരുന്നത്. ബാലചന്ദ്ര മേനോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെ മീനു ലൈംഗിക അതിക്രമണ ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും ഇതിൽ ബാലചന്ദ്ര മേനോനെതിരെ മീനു മുനീർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നതുമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ. തുടർന്ന് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചുകൊണ്ട് പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് നൽകുകയാണ് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം കത്തി നിൽക്കവെയാണ് നടന്മാരായ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ നടി മീനു മുനീർ ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. പിന്നീടാണ് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ രംഗത്ത് വരുന്നതും. 2007 ജനുവരിയിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോനിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്നായിരുന്നു പരാതി. താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാനാവാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നടിക്ക് നേരിടേണ്ടതായി വന്നു അത്രേ. പരാതി ഉന്നയിച്ച് കേസ് നൽകിയ ശേഷം പണം വാഗ്ദാനം ചെയ്തതുൾപ്പെടെ ഒത്തുതീർപ്പിനായി ചർച്ചകൾക്കായി വ്യക്തികളിൽ നിന്നും ഒന്നിലധികം കോളുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മീനു അവകാശപ്പെടുന്നു. എന്നാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി, ഒന്നിനും തെളിവില്ല. വെറുതെ ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു സംസാരം ബാലചന്ദ്ര മേനോന്റെ അടുത്ത് നിന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പക്ഷേ നല്ല സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ എപ്പോഴോ ഇങ്ങനൊരു ടോക്ക് നടന്നിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതും സിനിമ പോലെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരു മേഖലയിൽ. അന്ന് ചിലപ്പോൾ അതവരെ അസ്വസ്ഥമാക്കിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അന്നത് തുറന്നു പറയാനുള്ള ധൈര്യം അവർക്ക് ഇല്ലാതായി പോയതായിരിക്കാം. എന്ന് കരുതി അവർക്ക് അങ്ങനെ ഒരു പരാതി പിന്നീട് കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം കത്തി നിൽക്കവെയാണ് 7 പേർക്കെതിരെ പരാതിയുമായി നടി മീനു മുനീർ രംഗത്ത് വരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ വിഷയം ഇത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടതും. എല്ലാവരും മീനുവിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരുടെയും പ്രശ്നം നടി അന്നത് തുറന്നു പറയാത്തതും പോലീസിന് പരാതി തെളിയിക്കാൻ കഴിയാത്തതുമാണ്. പോലീസ് തെളിയിച്ചില്ലല്ലോ, അപ്പോൾ പിന്നെ കുറ്റം നടിക്കിരിക്കട്ടെ എന്ന്. പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നതും കൃത്യമായ കാര്യത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നതും ഇത് ലോകത്തിലെ ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. തെളിഞ്ഞില്ല എന്ന് കരുതി കുറ്റമല്ലാതായി തീരുന്നില്ല എന്ന് സാരം. ഇനിയും സംശയമുള്ളവർ നമ്മുടെ ഹേമ കമ്മിറ്റിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. 34 കേസുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി അടച്ചുപൂട്ടിയ വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലേ? കാരണം നിസ്സാരമാണ്. ആ സമയത്ത് മൊഴി നൽകിയവരിൽ ആർക്കും കോടതിക്ക് മുൻപിൽ വന്ന് മൊഴി നൽകാനുള്ള ധൈര്യമില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നതല്ല അത്രയും കേസുകൾ ഒന്നുമല്ലാതായി പോവാൻ കാരണം. അവർക്കൊന്നും അത് ഇനിയും പറയാൻ താല്പര്യമില്ല എന്ന്. അപ്പൊ പിന്നെ ഈ കേസിന് പുറകിൽ എന്ത് സംഭവിക്കുമെന്നും എന്തൊക്കെ സംഭവിക്കാമെന്നും ഊഹിക്കാമല്ലോ അല്ലേ?